ഇന്ത്യയുടെ രാഷ്ട്രീയ വേദിയിൽ വീണ്ടും ഒരു നാടകം അരങ്ങേറുകയാണ്. കഥാപാത്രങ്ങളെ നമുക്കെല്ലാം അറിയാം, തിരക്കഥയും പുതിയതല്ല. എങ്കിലും ഈ നാടകം ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ നിരന്തരമായി ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനമുണ്ടോ? അതോ ഇത് വെറും രാഷ്ട്രീയ നാടകമാണോ? പലപ്പോഴും നമ്മൾ കാണാറുള്ളത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു വമ്പൻ ആരോപണവുമായി രംഗപ്രവേശനം ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലും പ്രധാന മാധ്യമങ്ങളിലും അതൊരു ചർച്ചാ വിഷയമാകുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ വസ്തുതകളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് നമ്മൾ അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും തമ്മിൽ വലിയൊരു അന്തരം നിലനിൽക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കാം. രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് അദ്ദേഹം തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് മഹാരാഷ്ട്രയിലും കർണാടകയിലും വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ അസാധാരണമായ വർധനവാണ്. പൊതു തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഇടയിൽ മഹാരാഷ്ട്രയിൽ 4.4% വർധനവുണ്ടായെന്ന് അദ്ദേഹം പറയുന്നു. ഒറ്റ നോട്ടത്തിൽ ഇത് ഗുരുതരമായ വിഷയമായി നമുക്ക് തോന്നാം. എന്നാൽ ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഈ ആരോപണം എത്രത്തോളം ദുർബലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാമോ, 2004 കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാരിന്റെ കാലത്ത് വോട്ടർമാരുടെ എണ്ണത്തിൽ 4.7% വർധനവുണ്ടായിട്ടുണ്ട്. 2009 ഇത് 4.1% ആയിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന 4.4% എന്ന വർധനവ് മുൻകാലങ്ങളിലെ പ്രവണതകൾക്ക് അനുസൃതമാണ്. ചിലപ്പോഴെല്ലാം അതിനേക്കാൾ കുറവാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലുകളും തിരുത്തലുകളും തുടർച്ചയായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനാൽ വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഇത്തരം വർധനവ് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ എല്ലാ കോൺഗ്രസ് ബൂത്ത് ഏജന്റുമാരും ഫോം 17C ഒപ്പിട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും സത്യസന്ധവുമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഔദ്യോഗിക രേഖയാണിത്. സ്വന്തം പാർട്ടി ഏജന്റുമാർ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യത്തെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുന്നത്? ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. കണക്കുകൾ ഇത്രയും സംശയാസ്പദമാണെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒരു ഹർജി പോലും സമർപ്പിക്കാത്തത്? ഒരു പത്രസമ്മേളനത്തിൽ മാത്രം ഒതുക്കേണ്ടതാണോ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം? സത്യവാങ്മൂലങ്ങൾക്ക് നിയമപരമായ സാധ്യതയുള്ള കോടതികളിൽ പോരാടാൻ അവർക്ക് എന്തുകൊണ്ടാണ് ധൈര്യം ഇല്ലാത്തത്? ഇതിന്റെയൊക്കെ അർത്ഥം ഒന്ന് മാത്രമാണ്, രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ തന്റെ ആരോപണങ്ങൾക്ക് യാതൊരു തെളിവുമില്ല. മഹാരാഷ്ട്രയിലെ പോലെ കർണാടകയിലും രാഹുൽ ഗാന്ധി സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ബാംഗ്ലൂരുവിലെ മഹാദേവപുരയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പക്ഷേ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു ചിത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ബാംഗ്ലൂരു സെൻട്രലിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP വിജയിച്ചത് ഒരു വലിയ പ്രവണതയുടെ ഭാഗമായിട്ടായിരുന്നു. അതിനെ അട്ടിമറിയായി ചിത്രീകരിക്കുന്നത് അസംബന്ധമാണ്. അതിനേക്കാൾ ശ്രദ്ധേയമായ ഒരു കാര്യം, രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയത് എവിടെയാണെന്നറിയാമോ? കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ ശിവാജി നഗർ, ചാമരാജ്പേട്ട് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ്. ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ടർ എൻട്രികളും വീട്ടു നമ്പറുകൾ ഇല്ലാത്ത വോട്ടർമാരും വോട്ടിംഗിലെ അവിശ്വസനീയമായ വർധനവും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രാഹുൽ ഗാന്ധി പോരാടുന്ന ക്രമക്കേടുകളുടെ ലക്ഷണങ്ങളാണ്. എന്നാൽ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി മഹാരാഷ്ട്രയിലെ മലേഗാവ് സെൻട്രലിലെ കാര്യം എടുക്കാം. 90%-ലധികം ന്യൂനപക്ഷ ജനസംഖ്യയുള്ള ഒരു മണ്ഡലാണിത്. അവിടെ 2024 പോളിംഗ് 43.51% വർദ്ധിച്ചു. അതിലും അപ്പുറം പട്ടികയിലുള്ള 9700-ലധികം വോട്ടർമാർക്ക് കൃത്യമായി വിലാസം ഉണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ മണ്ഡലം ധൂലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചു. ഈ കണക്കുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം ഗുണം ചെയ്യുന്ന തരത്തിലല്ല. പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ ഈ കഥ രാഹുൽ ഗാന്ധിക്ക് പറയാൻ താല്പര്യമില്ല. എല്ലാം അദ്ദേഹം ഉൾട്ടയടിച്ചു. രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ ഒരു പ്രത്യേക രീതിയിലാണ്. കോൺഗ്രസ് വിജയിക്കുമ്പോൾ, ഉദാഹരണത്തിന് ജാർഖണ്ഡിലോ ജമ്മു കാശ്മീരിലോ ഒക്കെ വിജയിക്കുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ വാനോളം വാഴ്ത്തി പുകഴ്ത്തുന്നു. ജനങ്ങളുടെ ശബ്ദം പരിശുദ്ധമാണെന്ന് പറയുന്നു. എന്നാൽ അതേ തിരഞ്ഞെടുപ്പ് സംവിധാനം ഉപയോഗിച്ച് മഹാരാഷ്ട്രയിലോ ഹരിയാനയിലൊക്കെ BJP
BJP വിജയിക്കുമ്പോൾ ഇതേ പ്രക്രിയ ജനാധിപത്യത്തിന്റെ തകർച്ചയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇത് ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ മാസങ്ങൾക്കോ ഒക്കെ അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല. മാറുന്നത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാത്രമാണ്. തല ഞാൻ ജയിക്കും, വാല് നീ തോക്കും എന്ന അദ്ദേഹത്തിന്റെ ഈ നിലപാട് സ്വന്തം വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. ജനാധിപത്യത്തിന്റെ സംരക്ഷണമായി സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ജനനേതാവിൽ സ്ഥിരത പ്രതീക്ഷിക്കുന്നവർക്ക് ഇതൊരു വലിയ നിരാശയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗികമായി പരാതി സമർപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടു. നമ്മൾ കണ്ടു. ജനപ്രാതിനിധ്യ നിയമപ്രകാരം അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് നിയമപരമായി സാധുത ലഭിക്കുന്നതിന് ഇത് അത്യാവശ്യമാണ്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം പിഴ ചുമത്താനായി സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് കേസും കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. നിയമപരമായ നടപടികളെക്കാൾ റാലികളുടെയും അഭിമുഖങ്ങളുടെയും വെറും രാഷ്ട്രീയ നാടകങ്ങളിൽ മാത്രം പോരാട്ടം നിലനിർത്താനാണ് ഇദ്ദേഹത്തിന് താല്പര്യമുള്ളത്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇന്ത്യക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ത്യയുടെ ജനാധിപത്യ അവസ്ഥയെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി ആശങ്കകൾ അറിയിക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ട്. ഇത് വളരെ ലളിതമായ ഒരു തന്ത്രമാണ്. രാജ്യത്തിനകത്ത് നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുക, സഹാനുഭൂതിയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുക, പിന്നീട് അതേ റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ ബാഹ്യമായ അംഗീകാരമായി ഉദ്ധരിക്കുക. ഈ തന്ത്രത്തിലൂടെ അദ്ദേഹം ഒരു ആഗോള സമവായത്തിന്റെ മിഥ്യാബോധമാണ് സൃഷ്ടിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ദുർബലമായ ആരോപണങ്ങൾക്ക് പോലും വിശ്വാസ്യത നൽകുന്നു. നിരീക്ഷകർ ഇതിനെ കളർ റെവല്യൂഷൻ തന്ത്രങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ദുർബലപ്പെടുത്താൻ തെരുവ് പ്രക്ഷോഭങ്ങളെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും ഉപയോഗിക്കുന്നു. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിൽ ചില സംഘടനകളുടെ സഹായവുമുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പോലും USAIDയുമായി ബന്ധമുള്ള വിദേശ ഫണ്ടുള്ള NGOകളുടെ സജീവ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ആശങ്കകൾ ഉയർത്തിയിരുന്നു. ഇതെല്ലാം രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിദേശ സ്വാധീനം വർദ്ധിക്കാനായി കാരണമാകും. അതേസമയം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള നല്ല കാര്യങ്ങളെ രാഹുൽ ഗാന്ധി അപൂർവമായി മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ബീഹാറിൽ നടപ്പിലാക്കിയ സിസ്റ്റമാറ്റിക് വോട്ടർ റോൾ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഒതന്റിഫിക്കേഷൻ പ്രക്രിയയിലൂടെ 65 ലക്ഷത്തിലധികം വ്യാജ എൻട്രികൾ നീക്കം ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവർ, മാറി താമസിച്ചവർ, ഇരട്ട വോട്ടർമാർ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. ബീഹാറിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ എതിർത്തില്ല. കേരളത്തിലും ആഭ്യന്തര ഓഡിറ്റുകൾ 6.25 ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാരെയും 2.7 ലക്ഷത്തിലധികം ഒന്നിലധികം കാർഡുകളും കണ്ടെത്തി. ഈ ക്രമക്കേടുകളിൽ ചിലത് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മണ്ഡലമായ വയനാട്ടിലായിരുന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോഴത്തെ അല്ല, മുമ്പത്തെ. തിരഞ്ഞെടുപ്പ് സത്യസന്ധതയുടെ വക്താവായി സ്വയം ചിത്രീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് അസ്വസ്ഥാജനകമായ ഒരു വസ്തുതയാണ്. റായ്ബറേലിയിലും ഇത് കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ എതിർക്കുന്നത്? ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള നഗരപ്രദേശങ്ങളിൽ കേന്ദ്രീകൃത വോട്ട് ബാങ്കുകളുണ്ട്. ഒരു സമഗ്രമായ പരിശോധന ഈ വോട്ട് ബാങ്കുകളെ ദുർബലപ്പെടുത്തും. ധൂലെ, മലേഗാവ് സെൻട്രൽ, ബംഗളൂരുവിലെ പല മണ്ഡലങ്ങളിലും ഈ കേന്ദ്രീകൃത വോട്ടിംഗ് രീതികളാണ് കോൺഗ്രസിന്റെ വിജയങ്ങൾക്ക് കാരണമായത്. അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിലാണ് അവർക്ക് താല്പര്യമെന്ന് വിമർശകരൊക്കെ അഭിപ്രായപ്പെടുന്നു. ഈ രാഷ്ട്രീയ നാടകത്തിന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കർശനമായ അച്ചടക്കമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പരസ്യമായി ചോദ്യം ചെയ്ത കർണാടക മന്ത്രി KN രാജണ്ണയെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു. ഈ സംഭവം പാർട്ടി അംഗങ്ങൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഈ നാടകത്തിൽ തിരക്കഥ മാറ്റാൻ ആർക്കും അനുവാദമില്ല. തുറന്ന സംവാദത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു നേതാവ് സ്വന്തം പാർട്ടിയിൽ വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നത് വിരോധാഭാസമാണ്. ഈ സംഭവങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഒരു ചിത്രം നൽകുന്നുണ്ട്. സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുന്നതിന് പകരം അവയിലുള്ള പൊതുവിശ്വാസം ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം. വോട്ടിനെ കുറിച്ച് സംശയം ജനിപ്പിക്കുക, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പക്ഷപാതപരമായി ചിത്രീകരിക്കുക, ഭരണപരമായ പിഴവുകളെ ഗൂഢാലോചനയായി പെരുപ്പിച്ച് കാണിക്കുക. ഇതൊരു വ്യക്തമായ തന്ത്രമാണ്. അടുത്ത ജനവിധി വരുന്നത് വരെ തെരുവുകളിലും സ്ക്രീനുകളിലും ജനരോഷം നിലനിർത്തുക എന്നതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം ഏതൊരു സ്ഥാപനത്തെയും പോലെ ഒരുപാട് ന്യൂനതകൾ ഉള്ളതും നിരന്തര ജാഗ്രത ആവശ്യമുള്ളതുമാണ്. എന്നാൽ ജാഗ്രത പുലർത്തുന്നത് നശിച്ചു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്നാമത്തേതിന് തെളിവ് നിയമപരമായ നടപടികൾ, അവകാശവാദങ്ങൾ കോടതിയിൽ സമർപ്പിക്കാനുള്ള സന്നദ്ധത എന്നിവ ആവശ്യമാണ്. രണ്ടാമത്തേത് പരോക്ഷ സൂചനകളിലും ആവർത്തനങ്ങളിലും തെളിവുകൾ പരിശോധിക്കാൻ മനഃപൂർവ്വം വിസമ്മതിക്കുന്നതിലും അതുപോലെ തന്നെ വിജയിക്കുന്നു.
രാഹുൽ ഗാന്ധിക്ക് തന്റെ വാദങ്ങൾ തെളിയിക്കാൻ ഹർജികൾ മുതൽ സത്യവാങ്മൂലങ്ങൾ വരെ സമർപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം തന്റെ പോരാട്ടം പൊതുജനാഭിപ്രായത്തിന്റെ കോടതിയിൽ നിലനിർത്താനാണ് താല്പര്യപ്പെടുന്നത്. അവിടെ വിധികൾ കയ്യടികളിലൂടെയും ഹാഷ്ടാഗുകളിലൂടെയാണ് പുറത്തു വരുന്നത്, നിയമത്തിലൂടെയല്ല. പപ്പുമോന്റെ ഈ നാടകത്തിന് ഇനി തിരശീല വീഴേണ്ട സമയമായി. കാരണം യഥാർത്ഥ ജനാധിപത്യം തെരുവിലെ മുദ്രാവാക്യങ്ങളിലോ വിദേശ പ്രസംഗങ്ങളിലോ അല്ല. അത് ഓരോ വോട്ടറും പോളിംഗ് ബൂത്തിൽ പോയി കാർഡ്ബോർഡ് മറക്കി അപ്പുറത്ത് നിന്ന് വിനിയോഗിക്കുന്നു. അതായത് ഈ ആരോപണങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടി അതാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് വളരെ എളുപ്പമാണ്, പക്ഷെ അവ തെളിയിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ കിടന്ന് വായിട്ടലച്ചാലൊന്നും കൂട്ടിയേ കൂടില്ല, പ്രത്യേകിച്ചും തെളിവുകൾ ഇല്ലാതിരിക്കുമ്പോൾ. അതുകൊണ്ട് അടുത്ത തവണ രാഹുൽ ഗാന്ധി ഒരു വമ്പൻ ആരോപണവുമായി വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചോദിക്കണം, തെളിവ് എവിടെ?